2024 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സിനിമയുടെ പേര് ദ സർഫർ. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ എന്താണെന്ന് പഠിക്കും. അജാതി ഒരു സിനിമയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള നിക്കോളസിനെയും അവന്റെ മകനായിട്ടുള്ള ഫിന്നിനെയുമാണ്. നിക്കോളസ് തന്റെ മകനെയും കൂട്ടിയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, അവന്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന വീട് വിറ്റു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൻ പണക്കാരനായി മാറിയപ്പോ ആ ഒരു വീട് വീണ്ടും റീപർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. മകനിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മകനെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പോരാത്തതിന് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോ സർഫ് ചെയ്യാനും കൂടി ആ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവർ രണ്ടുപേരും അങ്ങനെ സർഫിംഗ് ബോർഡ്സ് മറ്റൊക്കെ എടുത്തിട്ട് ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇവരെ തടയാണ്. ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെ ഈ ബീച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ നേതാവായിട്ടുള്ള സ്കാലി എന്ന് പറയുന്ന ആൾ അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരെയും കളിയാക്കുകയാണ്. അടി പൊട്ടുമെന്ന് ഉറപ്പായപ്പോ മകനും കൂടെ ഉണ്ടല്ലോ നമ്മുടെ നിക്കോളസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങുകയാണ്. നിക്കോളസ് അപ്പൊ ഈ സ്കാലി എന്ന് പറയുന്ന ആളുടെ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. അപ്പൊ അയാൾ പറയാണ്, നീ ജനിച്ചു വളർന്നത് ഇവിടെയാണ്, പക്ഷെ നീ ഇവിടെ ജീവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഇവിടുന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ കളിയാക്കുകയാണ്. നിക്കോളസിന് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ മകൻ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവന്മാര് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മകനും എന്തെങ്കിലും പരിക്കേൽക്കുമെന്ന് വിചാരിച്ചിട്ട് അവനൊന്നും മിണ്ടുന്നില്ല. സ്കാലി എന്ന് പറയുന്ന ആൾ അപ്പോഴും അവനങ്ങനെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിക്കോളസും മകനായിട്ടുള്ള ഫിന്നും അങ്ങനെ നിരാശയോട് കൂടിയിട്ട് ആ ഒരു കാറിന്റെ അടുത്തേക്ക് തന്നെ പോവാണ്. അപ്പോഴും ഇവന്മാര് കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിക്കോളസിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ സർഫ് ചെയ്യണമെന്ന്. ഒരുപാട് ആളുകൾ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ലോക്കൽസിന് മാത്രമേ ഇവന്മാര് അനുവദിക്കുന്നുള്ളൂ അതിന്. അങ്ങനെ കാറിലെത്തിയപ്പോ നമ്മുടെ ഫിന്നിനെ ഇപ്പൊ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്കോളസ്. പക്ഷെ ഫിന്നിന് അച്ഛൻ്റെ ഒപ്പം വരണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവന് നേരത്തെ അറിയാൻ തോന്നും. നമ്മൾ ഈ ബീച്ചിന്റെ അടുത്ത് തന്നെ പുതിയൊരു വീട് വാങ്ങിക്കാൻ പോവാണ്, അത് എന്റെ കുട്ടിക്കാലത്തുള്ള വീട് എന്നൊക്കെ നമ്മുടെ നിക്കോളസ് ഫിന്നിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവൻ അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. മകനെ കൊണ്ടുചെന്നാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ വീണ്ടും ഈ ഒരു ബീച്ചിലേക്ക് തന്നെ വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വീട് വാങ്ങിക്കാനുള്ള ആ ഒരു ബ്രോക്കർ ഈ ഒരു സ്ഥലത്ത് വരാമെന്ന് അവനടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിക്കോളസ് കുറെ നേരം വെയിറ്റ് ചെയ്തു. അവിടുത്തെ ലോക്കൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ കാറിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോഴാണ് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പിച്ചക്കാരനെ പോലെയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് എന്റെ മകനെ കണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ അവന്റെ കാറിൽ ഒട്ടിക്കാനായിട്ട് നോക്കുന്നത്. ഇതൊന്നും ഒട്ടിക്കല്ലേ എന്ന് നിക്കോളസ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പൂപ്പനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തടയണമെന്ന് നിക്കോളസിന് ഉണ്ടായിരുന്നു. പക്ഷെ വെറുതെ പോയി മുട്ടാൻ നിന്നിട്ട് കാര്യമില്ല, അവരുടെ സ്ഥലമാണ്, ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നിക്കോളസ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആ ലോക്കൽസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നീ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തെറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. അങ്ങനെ ദേ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മുടെ നിക്കോളസ് അവന്റെ ഭാര്യയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഭാര്യ അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവന്റെ അടുത്ത് പറയുന്നത്. അവന്റെ തന്നെ സുഹൃത്തുമായിട്ട് അവൾക്കൊരു ബന്ധമുണ്ടെന്നും അവന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാൻ പോവുകയാണെന്നും പറയുകയാണ്. അതോടുകൂടിയിട്ട് നിക്കോളസ് ആകെ തകർന്നു പോവുകയാണ്. ഒന്നാമത് ഈ ലോക്കൽസിന്റെ കളിയാക്കലിന്റെ ദേഷ്യം, അതുപോലെ തന്നെ ഇതും കൂടി ആയപ്പോൾ അവന് ദേഷ്യം പിടിക്കുന്നുണ്ട്. എനിക്ക് മറ്റൊരു കോള് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ ഫോണ് കട്ട് ചെയ്യാണ്. അവന്റെ എല്ലാ പ്രതീക്ഷകളും ഇപ്പൊ ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലോക്കൽസ് പിള്ളേര് ഒരുപാട് പെൺകുട്ടികളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുമായിട്ട് അങ്ങോട്ടേക്ക് ആ ബീച്ചിലേക്ക് പോകുന്നത് നമ്മുടെ നിക്കോളസ് കാണുന്നത്. ഈ പിള്ളേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിസ്സ ഡെലിവറി ബോയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് നമ്മുടെ നിക്കോളസ് $100 കൊടുത്തിട്ട് വാങ്ങി. അവന്റെ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, അത് നിറയ്ക്കാനായിട്ട് അവൻ അവിടുത്തെ ബാത്റൂമിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ ആ ഒരു പിസ്സിയാണെന്നുണ്ടെങ്കിൽ ആകെ നശിച്ച നിലയിൽ റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ആ നശിച്ച പിള്ളേര് വന്നിട്ട് ഇവന്റെ സർഫിംഗ് ബോർഡുകൾ എടുത്തോണ്ട് പോയേക്കാണ്. ഇവന് ദേഷ്യം പിടിച്ചിട്ട് ആ ഒരു പാർട്ടി നടത്തുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അതിലൊരുത്തനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ നിക്കോളസ് പഞ്ഞിക്കിടുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി ഇവന് നേരെ വരുന്നു കണ്ടപ്പോൾ നമ്മുടെ നിക്കോളസ് ആണെന്നുണ്ടെങ്കിൽ ശരി ശരി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോകുന്നുണ്ട്. കാറിലേക്ക് പോയപ്പോൾ തന്നെ അവൻ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ പോലീസൊന്നും അപ്പൊ വന്നില്ല. അടുത്ത ദിവസം രാവിലെ ഒരു പോലീസുകാരൻ വന്നിട്ട് അവന്റെ കാറിന്റെ ചില്ല് തട്ടുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം നിക്കോളസ് ഈ ഒരു പോലീസുകാരന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലോക്കൽ സെറ്റപ്പിലേക്ക് പുള്ളിക്കാരൻ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നിക്കോളസിന് ഒരു ഡൗട്ട് വരുന്നത്. അവൻ അടുത്തുണ്ടായിരുന്ന ആ ഒരു പിച്ചക്കാരൻ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് പുള്ളിക്കാരന്റെ ബൈനോക്കുലർ ഒന്ന് കടം ചോദിക്കുന്നുണ്ട്. വിലപിടിപ്പുള്ള ഇവന്റെ കൂളിംഗ് ഗ്ലാസ് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു അപ്പൂപ്പൻ ഈ ഒരു ബൈനോക്കുലർ കൊടുക്കുന്നത്. ആ ഒരു ബൈനോക്കുലറിലൂടെ ഇവൻ ഈ ഒരു ബീച്ച് സൈഡിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോലീസുകാരനും അവന്മാരുടെ സൈഡാണ്. ആ പിച്ചക്കാരൻ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്, എന്റെ മകൻ കാണാതായതിന് പിന്നിലും ഇവന്മാര് തന്നെയായിരിക്കും, അതുമല്ല അഴുക്ക പിള്ളേരാണ് സാറേ, അവന്മാരുടെ അടുത്തൊന്നും മുട്ടാനായിട്ട് നിൽക്കണ്ട, പണി പാളും എന്നൊക്കെയാണ് ഇയാളും പറയുന്നത്. അങ്ങനെ ഈ പോലീസുകാരൻ നമ്മുടെ നിക്കോളസിന്റെ അടുത്ത് വന്ന് പറയാണ്, നീ ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ അല്ലെങ്കിൽ പ്രശ്നമാവും. അതായത് അവരുടെ സൈഡ് നിന്നിട്ടാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നിക്കോളസ് ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിക്കോളസ് എന്താ ഇവിടുന്ന് പോവാത്തതെന്ന്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ബ്രോക്കർ വന്നിട്ട് അയാളുമായിട്ട് സൈനിങ്ങും കാര്യങ്ങളും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവന് ആ ഒരു വീട് വാങ്ങണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ ഒരു പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ബാത്റൂം അവൻ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. പോരാത്തതിന് അവന്റെ ഷൂസും അതുപോലെ തന്നെ കോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കയറുന്നത്. അപ്പോഴാണ് തൊട്ടടുത്ത ബാത്റൂമിൽ ഒരു ബഹളം കേൾക്കുന്നത്. നമ്മുടെ നിക്കോളസ് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആ പിച്ചക്കാരൻ അപ്പൂപ്പൻ ഒരു ചുവന്ന കവർ അങ്ങോട്ടേക്ക് വെക്കുന്നത് കാണുന്നുണ്ട്, ഒരു മേൽക്കൂരയുടെ മുകളിലായിട്ട്. ഇവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവന്റെ ഷൂസും കാണാനില്ല, അതുപോലെ തന്നെ കോട്ടും കാണാനില്ല. പോരാത്തതിന് കാറും വേണമെന്നുണ്ടെങ്കിൽ ആ അഴുക്ക പിള്ളേര് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ്. കാറിന്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ചത്തിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നത്. പുള്ളിക്കാരൻ ആ ലേഡിയുടെ അടുത്ത് സഹായം ചോദിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരിയുടെ ആ ഒരു കാറിൽ നിന്ന് ഈ ഒരു കാറിലേക്ക് ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പരിചയപ്പെടുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിക്കോളസ് ആണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫോണിൽ ഈ ഒരു സ്കാലി എന്ന് പറയുന്ന ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അവൻ ആരാണ് എന്താണെന്നൊക്കെ. കാരണം അത്രയ്ക്ക് പകയുണ്ട് അയാളുടെ അടുത്ത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഐഫോണിന്റെ ചാർജും കഴിഞ്ഞു, ചാർജർ ഇല്ല കയ്യിൽ. അങ്ങനെ നേരെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അവൻ സഹായം ചോദിക്കുന്നുണ്ട്. അയാൾ എന്ത് ഇത് സമ്മതിക്കുന്നില്ല. ഇതുവരെ നിക്കോളസ് ഓൺലൈൻ പേയ്മെന്റ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോണിൽ ഇപ്പൊ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതും നടക്കില്ല. അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോലും അവന് പറ്റുന്നില്ല. ഒരുവിധം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ച് അവന് ഊരി കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവന് കഴിക്കാനായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഒരു കപ്പ് ചായ മാത്രം. പെട്ടെന്നാണ് ഒരാൾ അവന്റെ പുറകിൽ വന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ചായയും അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ചായ ആണെന്നുണ്ടെങ്കിൽ അവന്റെ മുഖത്തേക്ക് തട്ടി തെറിപ്പിക്കുകയാണ്. അതോടുകൂടിയിട്ട് നിക്കോളസിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനായിട്ടും പറ്റില്ല, കാരണം മൊത്തം ഇവരുടെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. വീണ്ടും അവനൊരു ചായ വാങ്ങുന്നുണ്ട്. അപ്പോഴും അവന്റെ ഫോണും വാച്ചും ആ ഒരു കടയിൽ തന്നെയാണെന്ന് ഓർക്കണേ. ഇപ്പൊ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പിച്ചക്കാരന്റെ ലുക്കാണ്. അവിടേക്ക് ഒരു ഫാമിലി വരുന്നുണ്ടായിരുന്നു, ഒരു ചെക്കനും പെണ്ണും. ആ പെണ്ണിനോട് ഇവൻ പറയുന്നുണ്ട് ഇവിടെ ഉള്ളവർ ഭയങ്കര റൂഡാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. പക്ഷെ പുള്ളിക്കാരി വിചാരിക്കുന്നത് ഇവനൊരു പിച്ചക്കാരനാണെന്ന്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ ചെക്കനെയും പെണ്ണിനെയാണെന്നുണ്ടെങ്കിൽ ആ ലോക്കൽസ് എല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ നല്ല ഇഞ്ചുറി പറ്റിയിട്ട് അപ്പൊ തന്നെ അവള് കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. കളസ് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഷോപ്പ് അടച്ചിരിക്കുകയാണ്. അവൻ ആകെ പേടിയായി. കാരണം 9 മണിയാകുമ്പോൾ കറക്റ്റ് ആ ഒരു ബ്രോക്കർ വിളിക്കും. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് കോയിൻസ് ഇട്ടിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും ആ ഒരു ചെക്കനും പെണ്ണും അവിടെ നിന്ന് പോകുന്നുണ്ട്, പരിക്കൊക്കെ പറ്റിയിട്ട്. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയേ. ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മുടെ നിക്കോളസിനാണെങ്കിൽ ദേഷ്യം പിടിച്ച് അവൻ ആ ബൈനോക്കുലർ വെച്ചിട്ട് ആ ലോക്കൽസിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കാറിൽ നിന്ന് ഒരു ടൂൾ എടുത്തിട്ട് യുവന്മാരെ തീർക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാം. പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാം. അതായത് അവരുടെ ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്തോ തരത്തിലുള്ള ഒരു പച്ചയും കാര്യങ്ങളൊക്കെ അവർ ദേഹത്ത് കുത്തി വെക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവൻ ചെല്ലുന്നത്. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവനെ കണ്ടതോട് കൂടിയിട്ട് കൊരയോട് കൊര. അതോട് കൂടിയിട്ട് ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് വരികയാണ്. ഇതിൽ ഒരുത്തനിട്ടിട്ട് നല്ല കീച്ചുന്നുണ്ട് നിക്കോളസ്. അതിനുശേഷം അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. കാരണം ഇവന്മാരുടെ എണ്ണം കൂടുതലാണ്, പിന്നെ ഇവന്മാര് ഭ്രാന്തന്മാരാണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അവൻ കാർ പാർക്കിങ്ങിന്റെ അവിടെയൊക്കെ പോയി ഒളിക്കുന്നുണ്ട്. ശേഷം ഒരു കുറ്റിക്കാട്ടിലാണ് അന്നത്തെ രാത്രി മുഴുവൻ അവൻ കിടന്നുറങ്ങിയത്. ഇവന്മാരെല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം മാത്രമാണ് രാവിലെ ആയപ്പോ നമ്മുടെ നിക്കോളസ് ആ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അതും പേടിച്ചാ വരുന്നത്. കാരണം ഇവന്മാര് എന്തും ചെയ്യാൻ മടിക്കില്ല. പക്ഷെ ഇത്തവണ ശരിക്കും പണി കിട്ടി. അവന്റെ കാറും അവിടെ കാണാനില്ല. കാറ് പോയി, ഫോണ് പോയി, ഡ്രസ്സ് പോയി, എല്ലാം പോയി. ഇപ്പൊ ആരോഗ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. എന്നിട്ട് ഇവനെ ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെയാണ് ഈ പോലീസുകാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പിച്ചക്കാരനോട് പെരുമാറുന്ന രീതിയിൽ അയാൾ ഇവനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പേരിൽ ഞാൻ കേസ് എടുക്കും എന്നൊക്കെ ഈ ഒരു പോലീസുകാരൻ പറയുമ്പോൾ, ഇല്ല ഞാൻ അവിടെ നിന്ന് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ കാറിന്റെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോവുകയാണ്. ഇവന്റെ ചൈൽഡ്ഹുഡ് ഹോം വാങ്ങാനായിട്ട് മറ്റൊരു കൂട്ടര് വേറൊരു ബ്രോക്കറേയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്റെ കോലാണെന്നുണ്ടെങ്കിൽ പിച്ചക്കാരന്റെ പോലെയായിരുന്നു. ഇവൻ വന്നിട്ട് ഈ ഒരു ബ്രോക്കറെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താണ് ഇവരെ ഈ ഒരു വീട് കൊടുക്കുന്നത്, ഈ വീട് വിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പിച്ചക്കാരനോ അല്ലെങ്കിൽ പ്രാന്തനാണെന്നാണ് ബാക്കിയുള്ളവർ വിചാരിക്കുന്നത്. ആ കടയിൽ പോയിട്ട് അവന്റെ ഫോണും വാച്ചും തിരിച്ചു ചോദിക്കുമ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറോ, എനിക്ക് ചായ വാങ്ങാനുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ഇവനെല്ലാവരും വട്ടം കൂടി നിന്നിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ആ ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് കോൾ വരുന്നത്. ഇവൻ ആ ഫോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ലോക്കൽസ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം വരെ ഊരി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫോൺ കോൾ ഫേക്ക് ആയിരുന്നു. ഈ പയ്യന്മാര് ആ ഒരു സൗണ്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതായിരുന്നു. അങ്ങനെ ഇവന് ദേഷ്യം പിടിക്കുന്നുണ്ട്. ചുറ്റുള്ള എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഒരുമാതിരി നികൃഷ്ട ജീവികളെ പോലെയുള്ള മനുഷ്യന്മാരായിരുന്നു. എല്ലാവരും അവനെ നോക്കി കളിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നിക്കോളസ് അവിടെ തന്നെ ഇരുന്ന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ നിക്കോളസ് പാർക്കിങ്ങിന്റെ ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ആ ഒരു വൃദ്ധന്റെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. നേരത്തെ പിച്ചക്കാരനായിട്ടുള്ള ഒരു പുള്ളിക്കാരനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ആയിട്ട് തന്നെ ഒരു മാല ഉണ്ടായിരുന്നു, ഒരു സ്രാവിന്റെ പല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു മാല. അതെടുത്തിട്ട് നമ്മുടെ നിക്കോളസ് പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവന് എടുക്കാനായിട്ട് തോന്നില്ല, കാരണം അതൊരു പാവം മനുഷ്യനല്ലേ. മാത്രമല്ല അവിടെ നിന്നൊരു വെടിയുണ്ടയും കിട്ടുന്നുണ്ട് അവന്.
അപ്പോഴാണ് ഒരു കാര്യം അവന് മനസ്സിലാവുന്നത്. അന്ന് ആ ഒരു ബാത്റൂമിന്റെ മുകളിൽ ആ ഒരു പിച്ചക്കാരൻ ഒരു കവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു തോക്കായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് കാറിന് പുറത്തൊരു ബഹളം കേൾക്കുന്നത്. അതായത് ഈ സ്കാലി എന്ന് പറയുന്ന ആ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ കുടുംബക്കാര് മൊത്തത്തിൽ ഇപ്പൊ ദേ ഒരു പന്നി ഫ്രൈയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് ആ ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നിക്കോളസിന് ദേഷ്യം വരുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ പച്ച വെള്ളം പോലും കുടിക്കാൻ പോയി. ആ ബാത്റൂമിലത്തെ വെള്ളമാണെന്നുണ്ടെങ്കിൽ കലങ്ങി മറിഞ്ഞ വെള്ളമായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ സ്കാലി എന്ന് പറയുന്ന ആള് വന്നിട്ട് ഇവനൊരു ബർഗറും ഒരുപോലെ തന്നെ പെപ്സിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇവന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അത് കഴിക്കുകയാണ്. നിക്കോളസിനാണെന്നുണ്ടെങ്കിൽ നല്ല കൊതിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവൻ പിടിച്ചടക്കി വെക്കുകയാണ്. ഇവന് നേരെ അത് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിക്കോളസ് അവിടെ നിന്ന് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിക്കോളസിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവന് തുള്ളി വെള്ളം പോലും ഇപ്പൊ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോരാത്തതിന് ഈ കാറിന്റെ ഉള്ളിൽ ഒരു എലി ഉണ്ടായിരുന്നു, അതിനെടുത്ത് അവൻ പുറത്തേക്ക് കളയുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം ആ ഒരു ബാത്റൂമിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടുത്തെ പൈപ്പ് തുറക്കുന്ന സിങ്കിന്റെ അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരോ. അവൻ അതുപോലും ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല. ബാത്റൂമിന്റെ അടുത്ത് ഒരു പട്ടിയും കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു കവറ് നമ്മുടെ നിക്കോളസ് എടുത്ത് നോക്കുകയാണ്. അതൊരു തോക്കായിരുന്നു. അതിനുള്ളിൽ ഏകദേശം 4-5 ഉണ്ട ഉണ്ട്. പിന്നെ ആ കാറിൽ നിന്ന് കിട്ടിയ ആ ഒരു ഉണ്ടയും കൂടി ചേർത്ത് അവൻ ഇട്ട് വെക്കുന്നുണ്ട്. കുരയ്ക്കുന്ന പട്ടിക്ക് ഇട്ടിട്ട് ഒരു കീച്ച് കീച്ചണമെന്നൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അവൻ അതൊന്നും ചെയ്തില്ല. നിക്കോളസിന് ഇപ്പൊ വിശന്നിട്ട് വയ്യ. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ നിന്നൊക്കെ അവൻ ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ അതിലൊക്കെ പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു എലി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അത് എടുത്തിട്ട് അവന്റെ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പക്ഷിയുടെ കൂട്ടിൽ നിന്ന് അതിന്റെ മുട്ട എടുത്ത് കഴിക്കുകയാണ്. അവന്റെ മേല് മൊത്തം പക്ഷിക്കാട്ടവും അതുപോലെ തന്നെ അസഹനീയമായിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോലത്തിലാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ടൂറിസ്റ്റുകളോട് ഇവൻ ഹെൽപ്പ് ചോദിക്കുന്നത്. ഈ കോലത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മൈൻഡ് ചെയ്യോ? അവന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് അവന്റെ ആ ഒരു കാറ് ചത്ത് കടന്നപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് സഹായിച്ച ആ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഇവനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഇവൻ ഫോൺ വാങ്ങുന്നുണ്ട്. പക്ഷെ ആ ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ഉടനെ തന്നെ സെയിലാവും, വില കൂടുതലാണെന്നൊക്കെ പറയാണ്. അതിൽ ദേഷ്യം പിടിച്ച നമ്മുടെ നിക്കോളസ് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽസ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡും എടുത്തുകൊണ്ട് ഇവന്മാരായിട്ട് തല്ലാനായിട്ട് പോവാണ്. അതിൽ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഞ്ഞി കിട്ടിയിട്ട് കടലിൽ മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള സ്കാലിയും സംഘവും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഇവനെ സമാധാനിപ്പിക്കുകയാണ്. ഇനി മുതൽ നീ ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ഇവനെല്ലാവരും കൂടി ചേർന്നിട്ട് എടുത്തോണ്ട് പോവുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ സിറിഞ്ചിൽ കുത്തിവെക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു ട്രൈബില്, അതായത് ഒരു പ്രത്യേകതരം ട്രൈബാണ്, ആ ട്രൈബിൽ ചേരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ സഹിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ക്ഷമയൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ഈ സ്കാലിയും സംഘവും ഇവന്റെ അടുത്ത് പറയുന്നത്. വൈകിട്ടായപ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരനും ഈ ഒരു സംഘത്തോടൊപ്പം വരുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞ ഇപ്പൊ നമ്മുടെ നിക്കോളസ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ്. സ്കാലി ആണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം രാവിലെ ആയപ്പോ നമ്മുടെ നിക്കോളസ് സ്കാലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ആരാണ്, പുള്ളിക്കാരന്റെ മകന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്കാലി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുകയാണ്. നീ ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ ആ കാറ് കത്തിക്കണം, മറ്റാരുടെയും അല്ല, ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ ആ കാറ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്കോളസിന് അത് ചെയ്യേണ്ടി വരികയാണ്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിക്കോളസിന്റെ മകനായിട്ടുള്ള പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അച്ഛൻ കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോൾ സ്കാലി അങ്ങോട്ടേക്ക് വന്ന് പറയാം, കുഴപ്പമുണ്ടായിരുന്നു മോനെ, ഇപ്പൊ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ സർഫ് ചെയ്യാനൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ബീച്ചിലേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. നിക്കോളസിന്റെ മകന് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ബീച്ചിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നിക്കോളസ് ഏറ്റവും പുറകിലാണ് വരുന്നത്. നിക്കോളസ് നോക്കുമ്പോൾ ആ ഒരു വൃദ്ധനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അയാൾ തോക്കുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ട് മുട്ട് കുത്തിച്ച് നിർത്തുകയാണ്. അതിൽ സ്കാലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നിക്കോളസ് ഉണ്ട്, പിന്നെ അവന്റെ മകനായിട്ടുള്ള ഫിന്നും ഉണ്ട്. ഇവര് 3 പേര് നിൽക്കുന്നുണ്ട്. നിക്കോളസ് ഒരു വിധം അവന്റെ കാറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാല ഇയാളെ ഏൽപ്പിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് നിക്കോളസിനെയും അതുപോലെ തന്നെ മകനെയും ആ കടലിൽ സർഫ് ചെയ്യാനായിട്ട് ഈ ഒരു പിച്ചക്കാരനായിട്ടുള്ള ആ ചങ്ങായി സമ്മതിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു വില്ലനായിട്ടുള്ള സ്കാലി ഉണ്ടല്ലോ, പുള്ളിക്കാരനെ ആ ഒരു നിമിഷം തന്നെ ഈ ഒരു വൃദ്ധൻ വെടിവെക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ നിക്കോളസും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഫിന്നും ആ ഒരു കടലിൽ സർഫിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആലിയെ തീർത്തതിന് ശേഷം ആ ഒരു വൃദ്ധനാണെന്നുണ്ടെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നിക്കോളസും മകനും അവിടെ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അഭ്യർത്ഥനയുണ്ട്, ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമ എന്നുള്ള കാര്യം നമ്മൾ നല്ല രീതിയിൽ പഠിക്കും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയധികം എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ നിക്കോളസ് ആണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു ചൈൽഡ്ഹുഡ് ഹോം സ്വന്തമാക്കണം എന്നുള്ള ആ മനസ്സോട് കൂടിയിട്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. വേറെ വഴിയൊന്നും ഇല്ലെങ്കിലും
എന്തായാലും എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന കിഡിലം പടമാണ്. പിന്നെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. നമ്മുടെ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും കോളേജുകളിലാണെന്നുണ്ടെങ്കിലും നടന്നു വരുന്ന ബുള്ളിങ് അല്ലെങ്കിൽ റാഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എന്താ പറയുക വേറൊരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. കാരണം അങ്ങനെയുള്ള ലാസ്റ്റ് പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൃദ്ധം വന്നിട്ട് വില്ലനെ തീർക്കുന്ന ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ, അതായത് മുട്ട് കുത്തിച്ച് നിർത്തുന്ന ആ ഒരു സംഭവമൊക്കെ കിഡിലനായിട്ടുണ്ട്. അതൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ലാസ്റ്റ് എന്താ നടക്കുക എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. കാരണം താവാവുന്നതിലും അധികം താന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നിക്കോളസ്. ലാസ്റ്റ് ആണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ മറ്റൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.